പിന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ ഡ്രീമായിരുന്നു. നമ്മൾ ഈ വർഷം മുഴുവൻ നമ്മൾ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞത് ആ ഒരു നിമിഷത്തിലാണ്. അല്ല, സത്യത്തിൽ വീട് ഇല്ല എന്നുള്ളൊരു വിഷമമാണെങ്കിൽ കൂടി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ആ ഒരു നിമിഷം നമുക്ക് പെട്ടെന്ന് ഇമോഷണലി നമ്മൾ വല്ലാണ്ടൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അതാണ് നമ്മളങ്ങനെ കരയാനൊക്കെ ഉണ്ടായ സാഹചര്യം. ഓക്കെ, ഞാൻ ദേവപ്രിയ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഇടപെടട്ടെ. അത് കോച്ച് പറയാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കരുതിയത് 100 മീറ്റർ റെക്കോർഡ്. കാരണം 100 മീറ്ററിൽ റെക്കോർഡുകൾ പൊട്ടിക്കുക എന്ന് പറയുന്നത് മീറ്റർ റെക്കോർഡുകൾ പിറക്കും. 100 മീറ്ററിൽ പൊട്ടിക്കുക എന്ന് പറയുന്നത് വൺസിൻ്റെ വയലൊക്കെ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പറഞ്ഞാവുന്നതാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു പരിശീലകൻ, ഒരു കോച്ച്, ഒരു ടീച്ചർ എങ്ങനെയാണ് അവർക്ക് രക്ഷിതാക്കൾ കൂടിയാവുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് ടിബിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയാത്തതാണ്. അദ്ദേഹം കുട്ടികളെ, അതായത് കാൽവരി മൗണ്ട് നമുക്കറിയാം കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയയാണ്, ഇടുക്കിയിൽ നിന്നുള്ള പരിശീലന സ്ഥലത്തേക്കും മറ്റും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഞാനത് പിന്നെയാണ് അറിഞ്ഞത്. ഓക്കെ, അത് തീർച്ചയായിട്ടും നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെളിയാണ്, ഗ്രൗണ്ടിൽ പരിശീലനം പിന്നെ നടക്കത്തില്ല. അപ്പം ഒരു 24 കിലോമീറ്റർ അപ്പുറത്ത് നെടുങ്കണ്ടം എന്ന് പറഞ്ഞൊരു സിന്തറ്റിക് ട്രാക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് എനിക്കുണ്ടായിരുന്ന ഒരു കാർ വിറ്റു. ഞാൻ എന്നിട്ട് ഒരു ജീപ്പ് സെക്കൻഡ് എടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ജീപ്പിൽ കൊണ്ടുപോയി അവിടെ പരിശീലിപ്പിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ ടിബിൻ. അതൊരു മാതൃകാപരമായ കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഒക്കെ അത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ടിബിൻ, അതിനും നമുക്കൊരു വഴി കണ്ടെത്തണം.